ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. h, k എന്ന് പറയുന്നത് x1 y1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ax പ്ലസ് by പ്ലസ് c = 0 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനോട്ട് വരയ്ക്കുന്ന ഫൂട്ടാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ടായിരിക്കും. നമ്മളതിനെ ax പ്ലസ് by പ്ലസ് c = 0 എന്നാണ് ഇക്വേഷൻ എടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ x1 y1ൽ നിന്നും വരയ്ക്കുന്ന ഫൂട്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, x1 y1ൽ നിന്നും ഈ ലൈനിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ഫൂട്ട് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഫൂട്ടിനെയാണ് നമ്മൾ എന്തെന്നെടുത്തിരിക്കുന്നത്, നമ്മൾ h, k എന്നെടുത്തിരിക്കുക. x1 y1 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ ലൈനിൻ്റെ ഇക്വേഷനും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ട h, k ആണ് ഫൂട്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമ്മൾ h മൈനസ് x1 ബൈ a ദാറ്റ് ഈസ് ഈക്വൽ ടു k മൈനസ് y1 ബൈ b ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അവിടെ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ x1 y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കും, എച്ചും കെയും കണ്ടുപിടിക്കും. അതായിരിക്കും ഫൂട്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2,3ൽ നിന്നും 4x മൈനസ് 5 പ്ലസ് 8 = 0 എന്ന് പറഞ്ഞ ലൈനിലോട്ടുള്ള ഫൂട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ h മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡ് ബൈ a എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് a എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു k മൈനസ് നമ്മളിവിടെ y1 എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡ് ബൈ b എന്ന് പറഞ്ഞാലാണ് അത് മൈനസ് 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് നോക്കുക 4x1 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സിൻ്റെ അവിടെ നമ്മൾ x1 2 കൊടുക്കണം അല്ലേ, ആ 2 കൊടുത്തു. ഇവിടെ മൈനസ് 5 ആയിരുന്നു, വൈക്ക് പകരം y1 കൊടുക്കണം, 3 കൊടുത്തു, പ്ലസ് 8 എന്നവിടെ എഴുതി, ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്നാണ് പറഞ്ഞത്, അവിടെ റൂട്ട് ഇല്ല അല്ലേ. അപ്പോൾ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് h മൈനസ് 2 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു k minus 3 divided by minus 5 that is equal to negative of 8 minus 15 plus 8 divided by നമുക്കിവിടെ 16 plus 25 എന്നാണ് കിട്ടുക. സോ h minus 2 divided by 4 that is equal to k minus 3 divided by minus 5 that is equal to minus of ഇവിടെ നമുക്ക് 16 then minus 15 അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ 1 എന്നാണ് വരിക, ഡിവൈഡ് ബൈ നമുക്കിവിടെ 41 എന്നാണ് കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മൈനസ് അകത്തോട്ട് കൊടുത്താൽ അത് -1/41 ആണ്. ദെൻ എന്ത് ചെയ്യുക, ഓരോരുത്തരെയും നമ്മൾ ഈ പറഞ്ഞ -1/41 ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ h മൈനസ് 2 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/41 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് h മൈനസ് 2 -4/41 എന്ന് കിട്ടും, അഥവാ h ഈസ് ഈക്വൽ ടു -4/41 പ്ലസ് 2 എന്നാണ് വരിക. സോ h ഈസ് ഈക്വൽ ടു -4 പ്ലസ് 82 ഡിവൈഡ് ബൈ 41 എന്ന് വരും. അപ്പോൾ നമുക്ക് h ഈസ് ഈക്വൽ ടു 78 അല്ലേ, പ്ലസ് 78/41 എന്നാണ് എക്സ് കോർഡിനേറ്റ് കിട്ടണത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് മനസ്സിലായി. എങ്കിലും നമ്മളിവിടെ k കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, k മൈനസ് 3 ഡിവൈഡ് ബൈ -5 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/41 എന്നാണ്, അഥവാ k മൈനസ് 3 അല്ലേ, k മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/41 എന്ന് പറഞ്ഞു. സോ k ഈസ് ഈക്വൽ ടു 5/41 പ്ലസ് 3 എന്നാണ് വരിക. സോ k ഈസ് ഈക്വൽ ടു 5 പ്ലസ് 123 അല്ലേ /41 എന്ന് പറഞ്ഞു. സോ k ഈസ് ഈക്വൽ ടു 128/41 എന്നാണ് കിട്ടുക. അപ്പോൾ h, kനെയാണ് നമ്മൾ ഫൂട്ടായിട്ട് എടുത്തത്, അതുകൊണ്ട് 78/41, 128/41 എന്ന് പറയണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫൂട്ട് കണ്ടുപിടിച്ചതുപോലെ നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാനും നമുക്ക് അവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പഠിച്ച ഇക്വേഷൻ്റെ അകത്ത് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 2 വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ നോക്കുക, അവിടെ x1 y1 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ഇമേജിനെ h, k എന്നാണ് എടുത്തിരിക്കുക. അപ്പോൾ നോക്കി നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തു, അതിന് നമ്മൾ ax പ്ലസ് by പ്ലസ് c = 0 എന്നാണ് എടുക്കുക. ഇവിടെ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തു, x1 y1 എന്നെടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഫൂട്ട് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ ഇമേജ് എന്തെന്ന് ചോദിച്ചാൽ ഇതേ ഡിസ്റ്റൻസിൽ നേരെ താഴോട്ട് വരുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, അവിടെ നമ്മൾ ഇമേജ് എന്ന് പറയുക. അപ്പോൾ നോക്കി, ഇതാണ് നമുക്കറിയാം, ഇതാണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് ലൈനിലുള്ള പോയിന്റ് ആയിരിക്കും.
ദെൻ അതേ ഡിസ്റ്റൻസ് ഇവിടെ എന്ത് ഡിസ്റ്റൻസ് ഉണ്ടോ അത് താഴോട്ട് വരുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇമേജ് എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഇമേജും തന്നിരിക്കുന്ന പോയിന്റിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഫൂട്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഇമേജ് കാണാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ എച്ച് കോമ കെ എന്ന് പറയുന്നത് ഫൂട്ടിനെ അല്ല, നമ്മൾ ഈ പോയിന്റിനെ ഇമേജിനെയാണ് ഇവിടെ എച്ച് കോമ കെ എന്നെടുത്തിരിക്കുക. മാറിപ്പോകരുത്, ഈ കേസിൽ ഇമേജിനെയാണ് നമ്മൾ എച്ച് കോമ കെ എന്നെടുത്തിരിക്കുക. നമ്മളിവിടെ അപ്ലൈ ചെയ്തു, ആകെ വ്യത്യാസം എന്താണ്, ഇവിടെ -2 എന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, മറക്കാതിരിക്കുക. അപ്പോൾ കിട്ടുന്ന എച്ച് കോമ കെ എന്ന് പറയുന്നത് ഈ കേസിൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 3,8 എന്ന് പറഞ്ഞ പോയിന്റിന് x+3y = 7 എന്ന് പറഞ്ഞ ലൈനിലുള്ള ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോക്കുക, x+3y = 7 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫോമിൽ റൈറ്റ് സൈഡിൽ 0 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ x+3y - 7 = 0 എന്ന് എഴുതണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഫോമിൽ ഉപയോഗിക്കുക. അപ്പോൾ h, kനെ നമ്മൾ ഇമേജ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ h-x1 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്, ഡിവൈഡ് ബൈ a എന്ന് പറയുന്നത് 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു k മൈനസ് അവിടെ y1 എന്ന് പറഞ്ഞാൽ 8 ആണ്, ബൈ ഇവിടെ നമുക്ക് b എന്ന് പറയുന്നത് 3 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു അവിടെ നോക്കുക, ഇവിടെ എക്സിൻ്റെ അവിടെ x1 കൊടുക്കണം അല്ലേ, 3 എന്ന് വന്നു, പ്ലസ് ഇവിടെ നമുക്ക് y-ക്ക് പകരം y1 കൊടുക്കണം, 8 ആയിരുന്നു, ദെൻ -7 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് a² + b² ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 1² + 3² അവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് h - 3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു k - 8/3 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഇവിടെ നമുക്ക് 3 പ്ലസ് നമുക്ക് അവിടെ 24 - 7 ഡിവൈഡ് ബൈ 1 + 9 അല്ലേ, 10 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ h - 3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു k - 8/3 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. ഇവിടെ നോക്കുക, 3ഉം 24ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 27 ആണ്. അതിൽ നിന്ന് നമ്മൾ 7 കുറയ്ക്കുമ്പോൾ 20 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ 20 എന്ന് എഴുതി, ഇവിടെ /10 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 10ഉം 20ഉം കൂടെ കട്ട് ചെയ്ത് 2 എന്ന് എഴുതാനായിട്ട് പറ്റി. എന്ന് പറഞ്ഞാൽ നമുക്ക് h - 3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു k - 8/3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് -4 എന്നാണ് കിട്ടുക. ഓരോന്നിനെയും ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ h - 3/1നെ എന്ത് ചെയ്യുക, -4നോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ h is equal to -4 ദെൻ +3 എന്നാണ് കിട്ടുക അല്ലേ, എന്ന് പറഞ്ഞാൽ h is equal to -1 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ k - 8/3നെ -4നോട് ഇക്വേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ k - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -12 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ k is equal to -12 + 8 എന്ന് വന്നു. സോ k is equal to അവിടെ -4 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, h എന്ന് പറയുന്നത് -1ഉം k എന്ന് പറയുന്നത് -4ഉം ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് -1 -4 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കിട്ടുക. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഏതൊരു പോയിന്റിൻ്റെയും ഒരു ലൈനിലുള്ള ഫൂട്ടും ഒപ്പം ഇമേജും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിനേക്കാളും എപ്പോഴും എളുപ്പമായിട്ട് തോന്നുന്നത് ഈ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.